ഹലോ എവരിബഡി, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. അപ്പം നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈവൻ +1 +2 ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുക, കീമിന് വേണ്ടി കുട്ടികളെ പ്രിപ്പയർ ചെയ്യുക, അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കീമിൻ്റെ, നീറ്റിൻ്റെ, അതേപോലെ ഈവൻ യുവർ ബോർഡ് എക്സാംസ് ഓൾസോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. പ്ലസ് നിങ്ങളുടെ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, സോ ദാറ്റ് വി ക്യാൻ സക്സീഡ് ഇൻ അവർ ലൈഫ് ഇൻ എവറി വേസ്. ഒരു പഠിത്തത്തിൽ മാത്രമല്ല, ഇൻ ദി ഓൾ സ്ഫിയേഴ്സ് ഓഫ് ലൈഫ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിരുന്നു. +2 ടോപ്പിക്സാണ് നമ്മൾ തുടങ്ങിയത്. അതിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞ എന്താ, കൂളോംസ് ഫോഴ്സ്, കൂളോംസ് ലോ വെച്ചിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു Q1 Q2 ബൈ d². Q1 എന്ന് വെച്ചാൽ എന്താ, ദിസ് ഈസ് ആക്ച്വലി ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഒരു 5-6 ഇക്വേഷനേ ഉള്ളൂ ഫിസിക്സിൽ ടോട്ടലി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതേമാതിരി നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കണ്ടു, അവിടെ G ഇൻറ്റു m1 m2 ബൈ r² ആയിരുന്നു. സോ രണ്ട് ഇത് ആക്ച്വലി യൂണിറ്റ് ഫോഴ്സിൻ്റെയാണ്, അതായത് പോയിൻറ്റ് ഫോഴ്സിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. Q1 ആയിരിക്കാം, ദിസ് വൺ ഈസ് Q2. ഇത് നമ്മൾ ഡിഫറൻസ് ആണ് D എന്ന് പറയുന്നത്. ദെൻ K എന്ന് പറയുന്നത് ഇവിടെ മാത്രം, ഇതാണൊരു വ്യത്യാസം. ഇവിടെ ദിസ് K, ഈ കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മീഡിയം. എയറിലാണെങ്കിൽ ദിസ് Kയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9 × 10⁹ അത് അത്രയും ന്യൂട്ടൺ മീറ്റർ² അല്ലേ, ന്യൂട്ടൺ മീറ്റർ² പെർ കൂളോം സ്ക്വയർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, സോ ഇതിനി വേറെ മീഡിയം ആണെങ്കിൽ ഇറ്റ് വിൽ ബി K എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് 1/4π × ε0. എയറിൻ്റെ കേസിൽ ε0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിൻ്റെ പെർമിറ്റിവിറ്റിയാണ്, എന്തുമാത്രം എയർ ഇതിനെ കടത്താതെ നോക്കും, അതാണ് പെർമിറ്റിവിറ്റി എന്ന് ഉദ്ദേശിച്ചത്. ചാർജസിനെ, ഈ ചാർജസിനെ പാസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കും. ഫോർ അതർ തിങ്സ് എപ്സിലോൺ മീഡിയമാണ്. എന്നിട്ട് നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മീഡിയമാണോ തന്നിരിക്കുന്നത് അതേ ഡിവൈഡഡ് ബൈ അവർ എയറിലൂടെയുള്ള പെർമിറ്റിവിറ്റി. സോ ദിസ് ഈസ് റിലേറ്റീവ്. ഇതൊക്കെയാണ് ഇതിനായി ചാപ്റ്ററിൽ ഇത്രയും നമ്മൾ പഠിച്ചതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഇതിനെ പറയുന്നതാണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ R ആണ്, ആ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് എനി മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് എയർ. ഇത് വെച്ച് ചിലപ്പോൾ ഇതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ തരുന്നത് ഇൻസ്റ്റെഡ് ഓഫ് E0. ചിലപ്പോൾ E0 നമുക്ക് അറിയാം, അല്ലെങ്കിൽ E0 മേ ബി ദേ വിൽ ഗീവ്, അല്ലെങ്കിൽ ഈ ഒരു റേഷ്യോ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. ഇതേമാതിരി തന്നെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനും സെയിം Q ഇൻറ്റു ആ ഒരു ചാർജ് മാത്രം മതി ബൈ d². ഇത് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ചാർജ് കൊണ്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഈ ഒരു O എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഈ O എന്ന പോയിന്റിൽ ഈ ചാർജ് മൂലം അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ മറ്റേതിൻ്റെ പറഞ്ഞു. ഒരു ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ, ഒരു മാഗ്നറ്റ് നിൽപ്പുണ്ട്. ആ മാഗ്നറ്റിൻ്റെ എത്ര ദൂരം വരെയാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നത്, ആക്ച്വലി പറയുകയാണെങ്കിൽ ഇൻഫിനിറ്റി വരുമായിരിക്കും, പക്ഷേ ഒരു നോമിനൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന അത്രയും എത്ര വരെ വരും. അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ടുണ്ടാവും, ആ പോയിന്റിലേക്ക് ഇതിന് എത്രയായിരിക്കും ഇതിൻ്റെ ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് അനുഭവപ്പെടുന്നത്. സോ ഇവിടെ നമ്മൾ എന്തായിരുന്നു, ഇവിടെ നമ്മളൊരു ചുമ്മാ ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ട് വയ്ക്കും. എന്നിട്ട് നമുക്കറിയാമല്ലോ ഈ ഫോഴ്സ് എന്ന് പറയുന്നത്, ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ 2 പോയിന്റ് ഏതൊക്കെയാണോ നമ്മളുടെ ഈവൻ 2 ചാർജ് അല്ലെങ്കിൽ ഈ 2 ചാർജ് ഉണ്ടെങ്കിൽ ഈ ചാർജിൻ്റെ സെയിം ലൈനിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഈ രണ്ടും കൂടെ ലൈൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈൻ കിട്ടുമല്ലോ, 2 പോയിന്റും കൂടെ ജോയിൻ ചെയ്ത ഒരു ലൈൻ കിട്ടും. ആ ലൈനിൻ്റെ സെയിം ഡയറക്ഷനിലാണ് നമ്മുടെ ഫോഴ്സും ആക്ട് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഡിപ്പെൻസ്. ഇതിപ്പോൾ ഓൾറെഡി പ്ലസ് ആണെന്ന് വിചാരിക്കും. ഇത് രണ്ടും പ്ലസ് ആണെങ്കിൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് ആക്ച്വലി റിപ്പൽഷൻ, ഇത് പുറത്തേക്ക് പോകും. ബട്ട് ഇതൊരു മൈനസ് ആണെങ്കിൽ ഇതിന് അട്രാക്ഷൻ ആയിരിക്കും. അന്നേരം എന്താവും, അന്നേരം ഫോഴ്സ് വിൽ ബി ഈ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ഉണ്ടാകുന്നത്, രണ്ടും കൂടെ അട്രാക്ട് ചെയ്യുന്നതായിരിക്കും. സോ അറ്റ് ദിസ് പോയിന്റിൽ ഇതിന് ഫീൽ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടുവേർഡ്സ് ദിസ് -Q. ഓക്കെ, അത്ര. അപ്പോൾ ഈ ഒരു ചാർജിനെ ടെസ്റ്റ് ചെയ്യാൻ വളരെ മൈന്യൂട്ടാണ്. ഇതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഒരു കുഞ്ഞൊരു ചാർജിനെ ഇവിടെ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ എന്താ, ഇത് മൈനസ് ആണെങ്കിൽ ഇറ്റ് ഹാസ് സം അട്രാക്റ്റീവ് പവർ. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ Q2ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് Q0 കൊടുക്കുന്നു, ഡിവൈഡഡ് ബൈ ആ സെയിം ചാർജ് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. ആക്ച്വലി ഇറ്റ് ഈസ് K Q1
Q0/Q0 ആണ്. അപ്പോൾ ഈ Q0 ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട് അതിനെ അവിടെ കാണത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡാണോ ചോദിക്കുന്നത്, ഇലക്ട്രിക് ഫോഴ്സ് ആണോ ചോദിക്കുന്നതെന്നും അനുസരിച്ച് നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. പിന്നെ ദിസ് വൺ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു ചാർജസ്. രണ്ട് ചാർജിൻ്റെ പ്രൊഡക്റ്റിനെയാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇറ്റ് ഈസ് ആക്ട്സ് അലോങ് ദ ലൈൻ ജോയിനിങ് ദീസ് ടു. രണ്ട് ചാർജും കൂടെ കണക്ട് ചെയ്യുന്ന പോയിൻറ്റിന് അലോങ് ആയിട്ടാണ്, ആ പോയിൻറ്റിന് നേരെ തന്നെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഇത് പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ഇനി കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. പിന്നെ ഇത് മാത്രം ഓർത്താൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നതിന് ഉള്ള വേറൊരു പേരാണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് എന്ത് വന്നാലും കൺഫ്യൂഷൻ വരുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ് തരുന്നതെങ്കിലും അത് എപ്സിലോൺ ആർ ആണെന്ന് ഓർത്തോളാം. എപ്സിലോൺ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു മീഡിയം, ചിലപ്പോൾ വാട്ടർ ആവാം, ചിലപ്പോൾ ഓയിലായിരിക്കാം. എയർ ആണെങ്കിൽ മാത്രമാണ് എപ്സിലോൺ 0 വരുന്നത്. അപ്പം എയറിലാണ് കുറച്ച് മാക്സിമം പെർമിറ്റിവിറ്റി അത് സമ്മതിക്കുന്നത്, കൂടുതൽ ബാക്കിയുള്ളതിനൊക്കെ പെർമിറ്റിവിറ്റി എന്താണ്, ആ മെറ്റീരിയലിൻ്റെ പെർമിറ്റിവിറ്റി ഫോർ നോട്ട് കണ്ടക്റ്റിംഗ് ദീസ് ചാർജസ്. ഓക്കെ, സോ അത് തന്നെ ആ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബേസിക്കായിട്ട് അറിയേണ്ടത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ്. എന്താ പ്രോബ്ലം വെച്ചാൽ ഇറ്റ് ഇസ് വെരി സിമ്പിൾ തിയറി ക്വസ്റ്റ്യൻ. 2016 കീമിൽ വന്നതാണ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എബൌട്ട് എ പോസിറ്റീവ് പോയിൻറ്റ് ചാർജ് ആർ. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ, ഒരു പോസിറ്റീവ് പോയിൻറ്റ് ചാർജ് ഇവിടെ ഉണ്ട് പ്ലസ് Q. അതിൻ്റെ ഇലക്ട്രിക് ലൈൻസ് അതിൽ നിന്ന് നമുക്കിവിടെ ഔട്ട്സൈഡിലേക്ക് അതിൻ്റെ ഫീൽഡ് എല്ലായിടത്തേക്കും പോകുമല്ലോ. അതിന് അനുഭവപ്പെടുന്ന അതിനുള്ള ഇലക്ട്രിക് ലൈൻ എങ്ങനെയാണെന്നുള്ളത്, റേഡിയലി ഔട്ട്വേർഡ്, സർക്കുലർ ക്ലോക്ക് വൈസ്, റേഡിയലി ഇൻവേർഡ്, പാരലൽ സ്ട്രെയിറ്റ് ലൈൻ, സർക്കുലർ ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഈ ചാർജ് ഇത് എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇവിടെ ഒരു പോയിന്റ് ആണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചാർജ് കൊണ്ട് വെക്കുന്നു. എന്നിട്ട് ഇത് തമ്മിലുള്ള ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് പ്ലസ്, ഈ ടെസ്റ്റ് ചാർജും പ്ലസ് ആണ്. സോ ദാറ്റ് മീൻസ് ഇതെങ്ങനെയായിരിക്കും, ഇതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ല ഫോഴ്സ് ഓഫ് റിപ്പൽഷനാണ് ഉണ്ടാവുക. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇതൊരു സർക്കിളായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇനി ഇപ്പോൾ പോയിന്റ് ഇവിടെയാണെന്ന് വിചാരിക്കും, ഈ പോയിന്റിലാണ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമ്മളൊരു പ്ലസ് Q0 ടെസ്റ്റ് 0 വെക്കുന്നു. എന്നിട്ട് അപ്പോൾ ഫോഴ്സ് ഇങ്ങനെയായിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ദാറ്റ് മീൻസ് ഇങ്ങനെ അല്ലേ, എല്ലായിടത്തും അതിന് ഓപ്പോസിറ്റ് ഔട്ടിലേക്കാണ്. കാരണം നമ്മുടെ ടെസ്റ്റ് ചാർജും പ്ലസ് ആണ്, ഇതിൽ തന്നിരിക്കുന്നത് പോസിറ്റീവ് ചാർജാണ്. പ്ലസ് റിപ്പൽഷൻ ആയതുകൊണ്ട് ഇതിപ്പോൾ ഒരു സർക്കിളായിട്ട് കൺസിഡർ ചെയ്യുന്ന, സ്ഫിയറായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും റേഡിയലി ഔട്ട്വേർഡ്, സർക്കിളായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഡയറക്ഷനിലായിരിക്കും ഇതിൻ്റെ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ പോകുന്നത്, ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് ഈ ഡയറക്ഷനിലാണ് എല്ലാം പോകുന്നത്. സോ ദാറ്റ് മീൻസ് റേഡിയലായിട്ടാണ് അത് പോകുന്നത്, റേഡിയലി ഔട്ട്വേർഡ്. സർക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോകണമായിരുന്നു, ഇങ്ങനെയല്ലല്ലോ പോകുന്നത്, ഇറ്റ് മൂവ്സ് ഔട്ട്വേർഡ്. ഇനി ഇപ്പോൾ ഇത് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ശരിയാണ്, റേഡിയലി ഇൻവേർഡ്സ് ആയാണ്. പോസിറ്റീവ് ആയതുകൊണ്ട് റിപ്പൽഷനാണ്. നമ്മൾ എവിടെ കൊണ്ട് ടെസ്റ്റ് ചാർജ് വെച്ചാലും അത് പ്ലസ് Q ആണ്. അതിൽ നിന്ന് എവേ ഫ്രം, അതായത് ആ ടെസ്റ്റ് ചാർജും ഇതും തമ്മിലുള്ള ലൈൻ ജോയിൻ ചെയ്യുക, അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എന്ത് പോകുന്നത്, നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ആ ലൈൻ ഓഫ് ഫോഴ്സ് പോകുന്നത്. ആ ലൈൻ ഓഫ് ഫോഴ്സ് പോകുന്നത് ഇതിന് ഇവിടെ റേഡിയലി ഔട്ട്വേർഡ്. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എല്ലാ പ്രോബ്ലവും നിങ്ങൾ ചെയ്ത് പഠിക്കണം, ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം 2016 തന്നെ ഒരു പ്രോബ്ലം ആണ്. The force between 2 point charges placed in a material medium of dielectric constant epsilon r is F. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്, 2 പോയിൻറ്റ് ചാർജ് ഉണ്ട്. ഓക്കെ, അത് എയറിലല്ല ഇരിക്കുന്നത്, Q1 Q2 എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ലെറ്റ് ഇറ്റ് ബി ദ ഡിസ്റ്റൻസ് D ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ എ മീഡിയം. ആ മീഡിയത്തിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ എന്താ, എപ്സിലോൺ. ആ മീഡിയത്തിൻ്റെ എപ്സിലോൺ M ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ആ 0 എന്ന് പറയുന്ന വാല്യൂ ആണ് എന്താ പറയുന്നത്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ R.
ഓക്കെ, അത് തന്നിട്ടുണ്ട്. എപ്സിലോൺ ആറാണ് അതിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ ആറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പെർമിറ്റിവിറ്റി ഓഫ് ദാറ്റ് മീഡിയം, പെർമിറ്റിവിറ്റി ഓഫ് എയർ. അപ്പോൾ ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. മീഡിയം എന്ന് ഞാൻ ചുമ്മാ എഴുതിയതാണ്. ആ മീഡിയം ബൈ എപ്സിലോൺ 0 ആണ് നമുക്ക് എപ്സിലോൺ ആറെന്ന് കിട്ടുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഇത് ആദ്യം ഒരു മീഡിയത്തിലാണ്. അന്നേരം അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, F = 1/4π ഇൻറ്റു എപ്സിലോൺ 0 വരെ എപ്സിലോൺ മീഡിയം വരെ, മീഡിയത്തിലാണല്ലോ ഇരിക്കുന്നത്, ഇൻറ്റു ബാക്കി Q1 Q2/d². ഇറ്റ് ഈസ് ഗിവൺ. ഇതാണ് എഫ് എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താ അവർ പറയുന്നത്, ഇനി ഈ സാധനത്തിനെ ഇവിടെ നിന്ന് ഈ മീഡിയത്തിൽ നിന്ന് മാറ്റി നമ്മൾ വേറൊരിടത്തേക്ക് മാറ്റുവാണ്, എയറിലേക്ക് മാറ്റുവാണ്, അല്ലെ ആ മീഡിയം അങ്ങ് അവിടെ നിന്ന് മാറ്റി. ഇഫ് ദ മെറ്റീരിയൽ ഈസ് റിമൂവ്ഡ് ദെൻ ദ ഫോഴ്സ് ബിറ്റ്വീൻ ദ, മെറ്റീരിയൽ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ ഉള്ളത്, ഐദർ എയർ ഓർ വാക്വം ആണ് ഉള്ളത്. സോ ദിസ് ഈസ് ഡി. ഇനിയിപ്പം എയറിലാണെങ്കിൽ ദെൻ വാട്ട് വിൽ ബി ദ എഫ്. അപ്പോൾ F1 എന്ന് പറയുന്നത് നമുക്ക് 1/4π എപ്സിലോൺ എമ്മിന് പകരം എപ്സിലോൺ 0 ഇൻറ്റു Q1 Q2/d². സോ അതാണ് F1. അപ്പോൾ ഇതെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ലെറ്റ് us കണ്ടിന്യൂ. F/F1 ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് this one 1/2 ചെയ്ത് നോക്കാം, എന്നാലും നമുക്ക് F1 കിട്ടുള്ളൂ. F/F1 എന്ന് പറയുന്നത് 1/4π എപ്സിലോൺ എം ഇൻറ്റു ഈ സാധനം Q1 Q2/d². തിരിച്ചിട്ട് ഗുണിച്ചാൽ മതിയല്ലോ. സോ ദിസ് വൺ 4π എപ്സിലോൺ 0 മോളിൽ പോവും, d² മോളിൽ പോവും, ബൈ Q1 Q2. അപ്പോൾ Q1 Q2 ക്യാൻസൽ ചെയ്യാം, Q1 Q2 d² ക്യാൻസൽ ചെയ്യാം, 4π ക്യാൻസൽ ചെയ്യാം, ബാക്കി എന്തുണ്ട്, എപ്സിലോൺ 0/എപ്സിലോൺ എം, എപ്സിലോൺ 0/F. അപ്പം F/F1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എപ്സിലോൺ 0/എപ്സിലോൺ എം എന്ന് പറയുന്നത് എപ്സിലോൺ m/എപ്സിലോൺ 0 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്, ഞാൻ F1/F ചെയ്തത് അല്ല, ഇതാണ് ആദ്യം കൊണ്ട് എഴുതിയിരുന്നത്. F/F1 തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടി. സോ ഇതിൻ്റെ അർത്ഥം എന്താ, 1/εr അല്ലേ, തിരിച്ചല്ലേ, എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ തിരിച്ചാണ്. സോ നമുക്ക് F1 ആണ് വേണ്ടത്. F1 = F ഇൻറ്റു എപ്സിലോൺ ആർ. ഓക്കെ, സോ എയറിൽ കൊണ്ടുവയ്ക്കുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F ഇൻറ്റു എപ്സിലോൺ ആർ അല്ലെങ്കിൽ എപ്സിലോൺ ആർ ഇൻറ്റു എഫ്. വെരി സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ, ഒന്നുമില്ല. ദിസ് ഈസ് എ ബേസിക് ഇക്വേഷൻ. ആദ്യം തന്നെ ഇവർ മീഡിയത്തിലാണ് കൊണ്ട് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. സോ അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ മീഡിയത്തിനെ ഇവിടെ എടുക്കുക, 1/4π എപ്സിലോൺ ഇൻറ്റു Q1 Q2/d². ഇനി ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസോ ചാർജോ ഒന്നും മാറ്റുന്നില്ല. വാട്ട് ദേ ആർ ഡൂയിങ് ഈസ് ഈ മീഡിയം അങ്ങ് എടുത്ത് മാറ്റി, എന്താ വെള്ളമാണെങ്കിൽ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കളഞ്ഞു, ബാക്കി അപ്പോൾ അവിടെ എയർ ആണുള്ളത്. സോ വിത്ത് എയർ ദ ഇക്വേഷൻ ഈസ് 1/4π ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു സെയിം Q1 Q2/d² ആണുള്ളത്. അപ്പോൾ ഇത് തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ എപ്സിലോൺ 0/എപ്സിലോൺ എം ആണ് കിട്ടുന്നത്. അതെന്ന് പറയുന്നത് ഇതിൻ്റെ തിരിച്ചിട്ട് 1/εr ആണ്. അത് വെച്ചിട്ട് നമുക്ക് വാട്ട് ഈസ് F1, അതായത് വിത്ത് എയറിൽ നമുക്ക് എന്താണെന്നുള്ളതെന്ന് കണ്ടുപിടിക്കാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇക്വേഷൻ, ഈ സെയിം ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യണം. ബട്ട് പല രീതിയിൽ വരും. അപ്പം എക്സാമിനേഷൻ ഹോളിലല്ല നിങ്ങൾ പോയി ഇത് ആദ്യമായിട്ട് കാണേണ്ടത്. ഇതേ മോഡലിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഓക്കെ ഐ ഹാവ് ടു, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഓക്കെ ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നാണ്, എനിക്ക് ഇതാണ് ദിസ് ഈസ് എ ബേസിക് ഇക്വേഷൻ, അല്ലെ ദിസ് ഈസ് എ ബേസിക് ഇക്വേഷൻ, ഇത് വെച്ചിട്ട് എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. സോ യു ഷുഡ് നോ ദീസ് ടു തിങ്സ്. ഇത് രണ്ടും അറിയാമെങ്കിൽ, ഈവൻ ദിസ് ഈസ് ഓൾസോ, ഈ 3 കാര്യങ്ങൾ അറിയാമെങ്കിൽ, ഈ കോൺസെപ്റ്റും അറിയാമെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. സോ അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്യണം. ഇപ്പം നിങ്ങൾ പഠിക്കുക, ഇപ്പം നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദാറ്റ്, ആ ഒരു കഴിവ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും സബ്ജക്റ്റ് വൈസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് 2024 കീം 2024 ഒരു ക്വസ്റ്റ്യനാണ്, സിമ്പിൾ ലോജിക്കൽ ക്വസ്റ്റ്യൻ. എനിക്കൊന്ന് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. അപ്പം ഒന്നും അറിയാത്ത കുട്ടികൾക്കും കൂടെ എന്തെങ്കിലുമൊക്കെ എഴുതണ്ടേ, അതിന് വേണ്ടി കൊടുക്കുന്നതായിരിക്കും. ബട്ട് നമ്മൾ ഈ ചാപ്റ്റർ ഒന്നും പഠിക്കാതെ ഒരു ചാപ്റ്റർ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള വളരെ സിമ്പിൾ പോലും ചെയ്യാൻ നമുക്കൊരു പേടി വരും. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഒന്ന് ബേസിക്സ് എങ്കിലും പഠിച്ചിട്ട് പോകണമെന്ന് പറയുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ വായിക്കാം. 2 സ്ഫിയർ, 2 സ്ഫിയർ ഉണ്ട്, എ ആൻഡ് ബി, ഹാവിങ് റെസ്പെക്റ്റീവ് ചാർജസ്. എയിൻ്റെ ചാർജ് നമുക്കൊരു 6C ആണ്, മറ്റത് 12C ആണ്. 2 സ്ഫിയർ തന്നിട്ടുണ്ട്. ഇപ്പോൾ 2 പോയിൻറ്റ് ചാർജായിട്ട് കൺസിഡർ ചെയ്യാം. ഒരെണ്ണം നമുക്ക് 6C ആണ്, ഒരെണ്ണത്തിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 6 കൂളോംബാണ്. സം ഡിസ്റ്റൻസ് ഓക്കെ, ഇത് 12C ആണ്. 6C ആൻഡ് 12C പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് D. രണ്ടിൻ്റെയും കൂടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D ആണ്. ഓക്കെ, ടു 6 സെൻറ്റർ. ഓക്കെ, D ആണ്. റിപ്പൽ ഈച്ച് അതർ, രണ്ടും പ്ലസ് സൈൻ അല്ലേ, അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, റിപ്പൽഷൻ. സോ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഈസ് ദെയർ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് റിപ്പൽഷൻ ആണ്, F ആണ്. ഈച്ച് അതർ ബൈ എ ഫോഴ്സ് F. അപ്പോൾ റിപ്പൽഷൻ F ആണ്, രണ്ടും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ. അപ്പോൾ ദ ചാർജ് ഗിവൺ ടു സ്ഫിയർ എ
ടു റിവേഴ്സ് എ ഫോഴ്സസ് മൈനസ് എഫ്. അപ്പോൾ എക്ക് ഇവരെന്തോ ദിസ് ലെറ്റ് ഇറ്റ് ബി, ഇത് എ ആണ്, ഇത് ബി ആണ്. എന് എന്തൊക്കെയോ ചെയ്തു. അപ്പോൾ എന്താ ഇവർക്ക് റിസൾട്ട് കിട്ടേണ്ടത്? എന് ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ റിസൾട്ട് വേണ്ടത് ഇത് ആക്ച്വലി എന്താവണം, സെയിം ഫോഴ്സ് തന്നെ ആവണം, ബട്ട് മൈനസ് എഫ്. മൈനസ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ റിപ്പൽഷനാണ് നടക്കുന്നത്. ഇനി അവർ പറയുന്നത് എങ്ങനെയെങ്കിലും ഇതിനെ നിങ്ങളൊന്ന് അട്രാക്റ്റീവ് ഫോഴ്സാക്കി മാറ്റണം. ഓഫ് കോഴ്സ് അത്രയേ ഉള്ളൂ. ഇനി ഇക്വേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാം. ബട്ട് സ്റ്റിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, വാട്ട് ഈസ് അവർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് 1/4πε0. ഒന്ന് മീഡിയം പറയുന്നില്ല, ലെറ്റ് ഇറ്റ് ബി ε0. ഫസ്റ്റ് വൺ Q1 Q2/d². ഓക്കെ, ഇവിടെ ഇത്രയും സാധനം മീഡിയം മാറ്റുന്നില്ല. സോ ദിസ് വൺ ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്കിത് എടുക്കണ്ട. ദിസ് വൺ ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ്. d² മാറ്റുന്നില്ല. അവരതിൻ്റെ ഡിസ്റ്റൻസ് മാറ്റണമെന്നൊന്നും പറയുന്നില്ല. പകരം എയുടെ ഈ Q2 മാറ്റുന്നില്ല അല്ലേ, ഈ സാധനവും മാറ്റുന്നില്ല. ബട്ട് ഓൺലി അവർ പറയുന്നത് ഈ Q1 ആണ് ഇത്, Q1 ഇത്, Q2 ഇത്. ഇതിലെന്തോ ചേഞ്ച് നടത്തിയിട്ട് നിങ്ങളിതിനെ പ്ലസ് എഫ് എന്നുള്ളതിനെ നമുക്ക് എന്ത് കിട്ടണം, മൈനസ് എഫ് വേണം. അതായത് ഇത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ എന്താ പറയണത്, വാല്യൂവിൽ അപ്പം നമുക്ക് എന്താ Q1 × Q2 ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വാട്ട് വാല്യൂ 1672. ആക്ച്വലി ദിസ് ഈസ് 72 ഇൻറ്റു സം കോൺസ്റ്റൻ്റ് എന്ന് വിചാരിച്ചു, 72K 72 × M അത്ര ഒരു വാല്യൂ ആണ് നമുക്ക് എഫ് എങ്കിൽ നമുക്കിപ്പോൾ കിട്ടേണ്ട എഫ് എന്ന് പറയുന്നത് -72 M ആണ്. നമുക്ക് M എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റൻറ്റിനെ എല്ലാത്തിനെയും കൂടെ ഞാൻ M ആക്കിയതാണ്, ഇത്രയും കൂടെ M ആക്കിയതാണ്. അപ്പോൾ 72-ലും എന്താണ്, ഈ 72-ൽ ഇത് മാറാൻ പാടില്ല, ഇത് അങ്ങനെ തന്നെ നിൽക്കുകയും വേണം. അപ്പോൾ വാട്ട് ഈസ് ഓൺലി വേ, നമുക്ക് ഇതിനെ എന്താക്കണം, ഈ എ എന്ന് പറഞ്ഞ ചാർജിനെ നമുക്ക് നമുക്ക് മൈനസ് ആക്കിയാൽ എന്ത് സംഭവിക്കും? ജസ്റ്റ് കോമൺ സെൻസ്, യൂസ് ഓൺലി യുവർ കോമൺ സെൻസ്. നമ്മളിതിനെ ഇപ്പോൾ -6c ആക്കി കഴിഞ്ഞാൽ -6c × +12. അപ്പോൾ ഈ സെയിം വാല്യൂ തന്നെ കിട്ടുമല്ലോ, ദർ ഇസ് നോ ചേഞ്ച്. പക്ഷേ ഈ ഫോഴ്സ് ഓഫ് റിപ്പൽഷന് പകരം എന്താവും, ഇത് മൈനസും ഇത് പ്ലസ്സും ആകുമ്പം സെയിം വാല്യൂ 12×6 = 72. ഇവിടെയും 12 × 6 72 കിട്ടും. ബട്ട് ഇറ്റ് ഈസ് 72 M കിട്ടും. ഇവിടെയും ഇവിടെ അപ്പോൾ ഫോഴ്സ് മാറി, ഇത് അട്രാക്റ്റീവ് ഫോഴ്സ് ആവും. അപ്പോൾ ഫോഴ്സ് മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ അറിയാതെ പോയി ഇത് 6 എന്ന് എഴുതരുത്. കാരണം ഇവിടെ +60 ആണ്. +60നെ -6യിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം അതിന് ഒരു -60 കൊടുത്തു കഴിയുമ്പോൾ എന്താവും, അത് 0 ആയി മാറും. പിന്നെയും ഒരു -60 കൂടെ കൊടുത്താൽ മാത്രമേ അത് എന്താവുള്ളൂ, ഈ -6 ആവത്തുള്ളൂ അല്ലേ. ജസ്റ്റ് ആലോചിച്ച് നോക്ക്, ഒരു +60 എളുപ്പമുണ്ട്, അതിൻ്റെ കൂടെ ഒരു -60 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ഉത്തരം 0 കിട്ടും. ബട്ട് നമുക്ക് വേണ്ട -60. ഇനി ഇതിൻ്റെ കൂടെ പിന്നെ ഒരു 60 കൂടെ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, -60 കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഈ -60 അതായത് +60 -12c ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ -60 ചെയ്യുന്നത്. അത് മാത്രം ഒന്ന് ഓർത്താൽ മതി. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, ഈ -60 ഇവിടെ ഉത്തരം കിട്ടാനായിട്ട് നമ്മൾ ഈ +60നെ -12c കൊണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് സൈൻ ആയതുകൊണ്ട് വി ഹാവ് ടു ഗെറ്റ് മൈനസ്. അപ്പോൾ എന്താണ് ഈ സ്ഥാനത്ത് ഈ ദ ചാർജ് ഗിവൺ ടു, അപ്പോൾ എന്ത് ചാർജ് ഇതിന് കൊടുത്താൽ, എന്ത് ചാർജ് ഈ എന്ത് ചാർജാണ് ഇവിടെ റീപ്ലേസ് ചെയ്യണമെന്നല്ല പറഞ്ഞേക്കുന്നത്. നിലവിൽ ഇതിന് +60 ഉണ്ട്, അതിനെ നമുക്ക് -60 ആയാൽ മാത്രമേ ഇത് ഫോഴ്സ് റിവേഴ്സിബിൾ ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്തൊക്കെ ചാർജ്, പോസിറ്റീവായിട്ടുള്ളൊരു സാധനത്തെ നമ്മൾ ആദ്യം ന്യൂട്രലൈസ് ചെയ്യണം. പിന്നെ ഇലക്ട്രോൺസ് കൊടുത്ത് അതിനെ എന്താക്കേണ്ടത്, മൈനസ് ആക്കേണ്ടത്. സോ ആ മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തരുത്. ഇറ്റ്സ് എ സിമ്പിൾ സില്ലി ക്വസ്റ്റ്യൻ. പക്ഷേ ഈ സ്പീഡിലും ഓവർ കോൺഫിഡൻ്റ് ഒക്കെ ആയിട്ട് കുട്ടികളെ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തത്. അപ്പോൾ നോക്കുക, ഇതിന് നമുക്ക് കിട്ടുന്നത് -12c ആണ്. സോ ദ ചാർജ് ദാറ്റ് വി ഹാവ് ടു ഗിവ്. അപ്പോൾ കുട്ടികൾ എപ്പോഴും കൺഫ്യൂഷൻ, നമുക്ക് ഈ സ്കീം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഈ 5 എണ്ണത്തിൽ ഈ 2 എണ്ണം തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ വരത്തുള്ളൂ. പിള്ളേർ ഈ ക്വസ്റ്റിനും ഓപ്ഷനൊന്നും നോക്കാതെ ഉടനെ എടുത്തടിച്ച് -60 എഴുതി കളയും. അങ്ങനെ ചെയ്യരുത്. -60 ആണ് കറക്റ്റ്. -60 ആണ് ഇവിടെ റീപ്ലേസ് ചെയ്ത് വരേണ്ടത്. ബട്ട് ഈ -60 വരാൻ വേണ്ടിയിട്ട് നമ്മൾ -12c കൊണ്ട് ഈ സാധനത്തിനെ ആഡ് ചെയ്താൽ ഒരു 12 ഇലക്ട്രോൺസ് കൂടെ അതിന് കൊടുത്താൽ മാത്രമേ ഈ പോസിറ്റീവ് ചാർജ് ആദ്യം ഒരു 6 കൊണ്ട് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യും, പിന്നെ ഒരു 6 അഡീഷണൽ ആയിട്ട് അവിടെ ഇലക്ട്രോൺസ് പുറത്തേക്ക് കാണും. അത്രയും ചാർജ് എക്സസ് ആയിരിക്കും. സോ ഈ +60 -12c ആണ്. ഈ 12 ഇലക്ട്രോൺസ് കൂടെ കൊടുക്കണം, എന്നാൽ മാത്രമേ അത് -60യിലേക്ക് വരത്തുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് 2018 ഒരു പ്രോബ്ലം ആണ്, സിമ്പിൾ പ്രോബ്ലം. 3 point charges, 3 point ചാർജിൻ്റെ എന്തൊക്കെയാണ്, 4Q, capital Q and small q are placed in a straight line of length L at points 0, L/2 and L respectively. The net force on charge Q is 0. Net force on charge Q is 0. The value of Q is. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ഇതിൽ at 0, at L/2 അതായത് മിഡിലിൽ
പിന്നെ എല്ലിൽ ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കും. ഇവിടെയൊക്കെ 3 ചാർജ് വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിരിക്കുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 4Q, ഇവിടെ വെച്ചിരിക്കുന്നത് ക്യാപിറ്റൽ Q, ഇവിടെ വെച്ചിരിക്കുന്നത് സ്മോൾ Q. അത്രയാണ് തന്നേക്കുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ദ നെറ്റ് ഫോഴ്സ് ഓൺ ചാർജ് Q. ഈ Qയിൽ അനുഭവപ്പെടുന്ന നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 0 സോ എഫ് നെറ്റ് അറ്റ് Q എന്ന് പറയുന്നത് 0 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ Qൻ്റെ വാല്യൂ? അപ്പോൾ ക്യാപിറ്റൽ Qൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് സ്മോൾ Q ആണ് ഇവർ ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് നെറ്റ് ഫോഴ്സ് അറ്റ് Q എന്ന് പറയുന്നത് ഫോഴ്സ് ഡ്യൂ ടു ഈ 4Q കൊണ്ട് 4Qവും ഈ 4Q കൊണ്ട് ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് പ്ലസ് ഫോഴ്സ് ഡ്യൂ ടു Q ആയിരിക്കും. ഈ നെറ്റ് ഫോഴ്സ് ആണ് 0 എന്ന് പറയുന്നത്. ഇപ്പോൾ 4Q കൊണ്ടുള്ള അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയായിരിക്കും? ഇതും മാത്രമാണുള്ളത്. ഈ ഡിസ്റ്റൻസ് നമുക്ക് L-ആണ്. സോ വാട്ട് ഈസ് ഇക്വേഷൻ? സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു അവർ 1/4πε സെയിം മീഡിയം ഒന്നും മാറുന്നില്ല. അതുകൊണ്ട് നമുക്ക് K എന്ന് തന്നെ എടുക്കാം. K ഇൻറ്റു Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 4Q. Q1 ഇൻറ്റു Q എന്ന് പറഞ്ഞാൽ ആ Q തന്നെ. Q1 Q2 ബൈ R². അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L-ആണ്. L² അല്ലേ? L² പ്ലസ് ഇത് രണ്ടും എല്ലാം പോസിറ്റീവ് എന്ന് നമുക്ക് അറിയത്തില്ല. സോ Q ഇൻറ്റു ഇതേപോലെ തന്നെ K ഇൻറ്റു അടുത്ത ഫോഴ്സ് ഡ്യൂ ടു K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോഴ്സ് ഡ്യൂ ടു ഈ Q എന്ന് പറഞ്ഞാൽ K ഇൻറ്റു Q. ഇത് രണ്ടും കൂടിയുള്ള ഫോഴ്സാണ് ഇപ്പോൾ എടുക്കുന്നത്. Q ഇൻറ്റു Q ഡിവൈഡഡ് ബൈ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ L/2 ആണ്. ഇവിടെ L-ആണ്. അതുകൊണ്ട് L/2 തന്നെ. സോ L/2 ദ ഹോൾ സ്ക്വയർ. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുമെന്ന് പറഞ്ഞാൽ 0. സോ നമുക്ക് K ക്യാൻസൽ ചെയ്യാം, ഒരു Q ക്യാൻസൽ ചെയ്യാം, K ക്യാൻസൽ ചെയ്യാം, ഒരു Q ക്യാൻസൽ ചെയ്യാം, ഇവിടെ ഒരു L² ക്യാൻസൽ ചെയ്യാം, ഇവിടെ ഒരു L² ക്യാൻസൽ ചെയ്യാം, ബാക്കി ഒരു 2² ഉണ്ട്. സോ അതങ്ങോട്ട് എടുക്കാം. 4Q പ്ലസ് ക്യാപിറ്റൽ Q ഈ 4 മുകളിലേക്ക് പോകുമ്പോൾ ക്യാപിറ്റൽ Q ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് എങ്ങനെ എഴുതാം? 4Q പ്ലസ് 4 ക്യാപിറ്റൽ Q ഈസ് ഈക്വൽ ടു 0. ക്യാപിറ്റൽ Q ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 4 ക്യാൻസൽ ചെയ്യാം. Q ഈസ് ഈക്വൽ ടു ഈ Q അങ്ങോട്ട് പോകുമ്പോൾ -Q. അപ്പോൾ ഈ Qൻ്റെ വാല്യൂ -Q ആയിക്കഴിഞ്ഞാൽ എന്താണ്? നെറ്റ് ഫോഴ്സ് അറ്റ് ഹിയർ ഈസ് ഈക്വൽ ടു 0. സോ Qൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -Q ആണ്. ഓക്കെ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. -Q ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ നമുക്ക് ഏത് പോയിന്റിലാണ് 0 എന്ന് പറയുന്നത് ആ പോയിന്റിലെ നെറ്റ് ഫോഴ്സ് എടുക്കുക. അപ്പോൾ ആ ചാർജും ഇതും തമ്മിലുള്ള ഫസ്റ്റ് ഇതും കൂടെ ഉള്ള എടുക്കുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? നെറ്റ് ഫോഴ്സ് അറ്റ് Q കിട്ടണം. അതായത് ഫോഴ്സ് ഡ്യൂ ടു ദിസ് ചാർജ് 4Q, അടുത്തത് ഫോഴ്സ് ഡ്യൂ ടു ഈ ക്യാപിറ്റൽ Qൻ്റെ വെച്ചിട്ടുള്ള ഫോഴ്സ് എടുക്കുക. ആ നെറ്റ് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് Q കിട്ടണം. നമ്മൾ ആഡ് ചെയ്തു. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദി ഇക്വേഷൻ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു Q1 Q2 ബൈ D². ഇതിൽ കേസിൽ Q1 4Q ആണ്. Q2 എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ Q ആണ് തന്നിരിക്കുന്നത്. അത് രണ്ടും വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈൻഡ് ദ ആൻസർ. മൈനസ് ഇടാൻ മറന്നു പോകരുത്. അങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദ മൈനസ്. ക്യാപിറ്റൽ Q ഈസ് ഈക്വൽ ടു -Q എന്ന് പറഞ്ഞ ആൻസറാണ് കിട്ടുന്നത്. ഓക്കെ. 2018 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് ഓൾസോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ബട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ചാർജസ്, 2 ചാർജ് തന്നിട്ടുള്ള അതിൻ്റെ ഡിസ്റ്റൻസ് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ്? 15 cm ആണ്. ആ ചാർജ് എന്ന് പറയുന്നത് +2 മൈക്രോൺ സിയും മൈക്രോൺ കൂളോമ്പും. ദിസ് വൺ Q2 എന്ന് പറയുന്നത് 8 മൈക്രോൺ കൂളോമ്പുമാണ്. അത് 2 ചാർജ് തന്നിട്ടുണ്ട്. രണ്ടും പോസിറ്റീവാണ്. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ചാർജ് Q1 to the points on the line segment joining the 2 charges where the electric field is 0. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? 2 ചാർജ് തന്നിട്ടുണ്ട്. പോയിൻറ്റ് ചാർജ് Q1 എന്ന് പറയുന്നത് +2 മൈക്രോൺ. Q2 നെക്സ്റ്റ് Q2 തന്നിട്ടുണ്ട്. Q2 ഈസ് ഈക്വൽ ടു +8 മൈക്രോൺ. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട് 15 സെൻറ്റിമീറ്ററാണ്. ഇപ്പോൾ ഇവർ ആൻസറും സെൻറ്റിമീറ്ററിലാണ്. നമുക്കത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. സെൻറ്റിമീറ്ററിലാണ് ഇവർ പറഞ്ഞേക്കുന്നത്. എന്താ? Q1 നിന്ന് ഏതോ ഒരു ഡിസ്റ്റൻസിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിട്ട് കിട്ടുന്നുണ്ട്. ആ ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് അറിയത്തില്ല. ലെറ്റ് ഇറ്റ് ബി എക്സ്. Q1 നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസിലാണ് ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 15. ഇത് എക്സ് ആകുമ്പോൾ ഇത്രയായിരിക്കും. 15 - x ആയിരിക്കും ബാക്കി ഇവിടുന്ന് Q2-ൽ നിന്ന്. സോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താ? ഈ പോയിന്റ് 0 ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് ഡ്യൂ ടു Q1 നമുക്ക് കണ്ടുപിടിക്കാം. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് ലെറ്റ് ഇറ്റ് ബി P. പോയിന്റ് P ഡ്യൂ ടു Q1 എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എഴുതാം. ഓക്കെ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു
Q1 ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു Q2. ഇങ്ങനെയാണല്ലോ തന്നേക്കുന്നത്. ഇനി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു Q1 കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നമ്മളൊരു കുഞ്ഞ് ടെസ്റ്റ് വെക്കുന്നു. എന്നിട്ട് കണ്ടുപിടിക്കുന്നു വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്, ദാറ്റ് ഈസ് K ഇൻറ്റു ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇതിൻ്റെ ചാർജ് Q1 ഡിവൈഡഡ് ബൈ ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. അതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു Q1 കൊണ്ടുണ്ടാകുന്ന ഫീൽഡ്. അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അവരെന്താ പറയുന്നത്, ഇത് ഇങ്ങോട്ടാണ്, ഇത് പോസിറ്റീവ്, ഇത് റിപ്പൾഷനാണ് എന്തായാലും. സോ ഇറ്റ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവിടെയും ഓപ്പോസിറ്റാണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഈക്വലാണ്. സോ രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് അതിനെ ഇവിടെ ഇതുപോലെ തന്നെ എന്ത് എഴുതാം, 1 കോൺസ്റ്റൻറ്റ് ഇൻറ്റു അതിൻ്റെ ചാർജ് Q2 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്ര, 15 മൈനസ് x ദ ഹോൾ സ്ക്വയർ. ഓക്കെ, കെ ക്യാൻസൽ ചെയ്യാം. Q1 Q2ന് വാല്യൂ നമുക്ക് കൊടുക്കാം. എന്ത് വരും, Q1ൻ്റെ വാല്യൂ 2 മൈക്രോൺ 2 ഇടാം ബൈ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു Q2ൻ്റെ വാല്യൂ 8 ബൈ 15 മൈനസ് x ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര, ഇവിടെ 4 വരും. സോ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 15 മൈനസ് x ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴത്തെ എക്സ് സ്ക്വയർ എത്രയായിട്ട് കിട്ടി, നമുക്ക് 4 ആയിട്ട് കിട്ടി. സോ നമുക്കിതിനെ എല്ലാം റീഅറേഞ്ച് ചെയ്ത് എന്ത് വരും, 15 മൈനസ് എക്സ് ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഇതിനെ നമുക്ക് 2 സ്ക്വയർ എന്ന് പറയാം. സ്ക്വയർ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, 15 മൈനസ് എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു, നമ്മളിതിൻ്റെ റൂട്ട് എടുക്കുകയാണ്. ആക്ച്വലി ഇത് +or-2 വരും. നമുക്ക് +2 തന്നെ എടുക്കാം, +2. സോ 15 മൈനസ് എക്സ് എന്ന് പറയുന്നത് 2x ആയിട്ട് കിട്ടും. സോ 15 ഈസ് ഈക്വൽ ടു 3x അല്ലേ. ഇത് അങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ, കാരണം -2 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതൊരു മൈനസ് വാല്യൂ വരും. അപ്പോൾ എക്സിനൊരു മൈനസ് വാല്യൂ വരണ്ടെന്ന് എഴുതിയിട്ടാണ്. സോ അവർ എക്സ് ഈസ് ഈക്വൽ ടു 15/3. സോ 3 15 അല്ലേ, 5. സോ എക്സ് ഈസ് ഈക്വൽ ടു 5 meters. ഓക്കെ, 5 centimeters. സോ എക്സിൻ്റെ വാല്യൂ അതായത് 5 centimeter വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിട്ട് കിട്ടുന്നത്. സോ ദാറ്റ്സ് ആൻസർ. അതെ, പിന്നെ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം രണ്ടും ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്. ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ, ദിസ് വേ ഇസ് എ ബെറ്റർ വേ. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ രണ്ടിനെയും കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ ഒരു റിപ്പൾഷൻ ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഇത് ഇങ്ങോട്ടാണ്, ഇത് മൈനസ് വരണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മൈനസ് ആയിരുന്നെങ്കിൽ നമുക്കിവിടെ മൈനസ് വാല്യൂ ഇട്ടേക്കാമായിരുന്നു. ബട്ട് ഇത് പ്ലസ് വാല്യൂ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ റിപ്പൾഷനോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് രണ്ടും പ്ലസ് ആയതുകൊണ്ട് ജസ്റ്റ് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു ഗെറ്റ് ദ ആൻസർ. എത്രയാണ് കിട്ടിയത് നമുക്ക്, 5 centimeter. ഓപ്ഷൻ ഇ ഈസ് എ റൈറ്റ് ആൻസർ. ഇലക്ട്രിക് ഫീൽഡ് 0 ആയിട്ടുള്ള പോയിന്റ്, അവിടെ നമ്മളൊരു കുഞ്ഞൊരു പോയിന്റ് ചാർജ്, നമ്മുടെ ടെസ്റ്റ് ചാർജ് വെക്കുന്നു Q0. അത് വെച്ചിട്ട് ഇവിടുത്തെ ഫീൽഡ് കണ്ടുപിടിക്കുന്നു. വി ആർ ഇക്വേറ്റിംഗ് ദാറ്റ് വിത്ത് ദിസ് തിങ്. ഓക്കെ, സോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനിയും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയമുണ്ടോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം നമുക്ക്. ദാറ്റ് ഈസ് ഓൾസോ അനദർ ക്വസ്റ്റ്യൻ ഫ്രം 2021 ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇത് 2021 വന്ന പ്രോബ്ലമാണ്. ഇറ്റ്സ് ഓൾസോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കോൺസെപ്റ്റും ഇക്വേഷനും അറിയണം. ഓക്കെ, വെൻ ദ ടു ചാർജസ് ആർ, ക്വസ്റ്റ്യൻ വളരെ വലുതാണെങ്കിലും ആൻസർ ഈസ് വെരി സിമ്പിൾ. വെൻ 2 charges, 2 ചാർജ് ഉണ്ട്, കെപ്റ്റ് ഇൻ എയർ മീഡിയം, 2 ചാർജ് എയർ മീഡിയത്തിൽ വെച്ചിട്ടുണ്ട് അറ്റ് എ സർട്ടൺ ഡിസ്റ്റൻസ് ഡി അപ്പാർട്ട്. നമ്മുടെ സ്ഥിരം സാധനം 2 ചാർജ് Q1 Q2, 2 പോയിന്റ് ചാർജ് ഉണ്ട് Q1 Q2. അത് എയർ മീഡിയത്തിലാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ D ആണെങ്കിൽ ഫോഴ്സ് പറഞ്ഞേക്കുന്നത് F ആണ്. ഫോഴ്സ് ബിറ്റ്വീൻ ദെം ഈസ് F എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, വെൻ ദേ ആർ കെപ്റ്റ് ഇൻ എ ഡൈലക്ട്രിക് മീഡിയം അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ദ ഫോഴ്സ് ബിറ്റ്വീൻ ദം ബിക്കംസ് F/2. ദെൻ ദ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ദ മീഡിയം ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ ഈ സാധനത്തിനെ പിടിച്ച് വെള്ളത്തിലോ വേറെ ഏതെങ്കിലും ഒരു മെറ്റീരിയലിൽ നമ്മൾ കൊണ്ടിട്ടിട്ടുണ്ട്. Q1 Q2 ചാർജ് മാറുന്നില്ല, അത് തമ്മിലുള്ള ഡിസ്റ്റൻസും മാറുന്നില്ല, ഒന്നുമില്ല. എയർ എന്ന് പറയുന്നത് മാത്രം ഏതോ ഒരു മീഡിയമായി. ഓക്കെ, ദെൻ ഇറ്റ് ബിക്കംസ് F/2 ആയി. F എന്ന് പറഞ്ഞാൽ F/2 ആയി. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എത്രയാണ്, ഹിയർ ദ ഫോഴ്സ് ഈസ് K എന്ന് പറയുന്നത് 1/4π ഇൻറ്റു എയർ ആയതുകൊണ്ട് ε0 ആണ് Q1 Q2/d². ഓക്കെ, ഇവിടെ എന്താ കേസ് വരെയത്, F/2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 1/4π ഇൻറ്റു ε0 പകരം മീഡിയം വന്നു. ഈ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി വന്നു ഇൻറ്റു Q1 Q2/d². ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഡിവൈഡ് ബൈ സെക്കൻഡ് വൺ ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും, F/F/2 ഈക്വൽ ടു 1/4π ε0 ഇൻറ്റു Q1 Q2/d². ഇത് തിരിച്ചിട്ട് ഇൻറ്റു ചെയ്താൽ പറ്റും. ഇതൊക്കെ മനസ്സിൽ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ചെയ്യാം, ഞാനിപ്പോൾ ചെയ്യുന്നതേ ഉള്ളൂ.
4πε ഇൻറ്റു ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ Q1 Q2. ഓക്കെ, Q1 Q2 വെട്ടി ഡി സ്ക്വയർ വെട്ടി 4π വെട്ടി ബാക്കി എത്രയുണ്ട് ε/m/ε0. അതായത് ഈ എഫ് വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി എന്നിട്ട് മുകളിൽ 2 ഇസ് ഈക്വൽ ടു ε/m/ε0 എന്ന് കിട്ടി. വാട്ട് ഈസ് ε/m/ε0? പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഡിവൈഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് എയർ എന്ന് പറയുന്നതാണ് നമ്മുടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. വാട്ട് ദേ ആർ ആസ്കിങ്, അവർ ചോദിച്ചത് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ ഇ ആർ ആണ് അവർ ചോദിച്ചേക്കുന്നത്. ഇ ആർ എന്ന് പറയുന്നത് ഇ ഓഫ് മീഡിയം ഡിവൈഡഡ് ബൈ ഇ ഓഫ് എയർ, അതെന്ന് പറയുന്നത് 2 ആണ്. സോ ആൻസർ വി ഹാവ് ഗോട്ട് ഇറ്റ് ആസ് 2. അവർ ആൻസർ ഈസ് 2. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിൽ കുറേയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. തെറ്റിപ്പോയിരിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തതേ ഉള്ളൂ. സോ അവർ ഇതേമാതിരി ക്വസ്റ്റ്യൻസ് മിക്കവാറും വന്ന് കണ്ടിട്ടുണ്ട്. ഈ രീതിയിൽ F/2 വരെ ചിലപ്പോൾ F/4 ആയിരിക്കും, അല്ലെങ്കിൽ 2F ആയിരിക്കും. സോ വാട്ട് എവർ മേ ബി ദ കണ്ടീഷൻ, നമ്മൾ അതനുസരിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ ഈസ് EM/E0 എന്ന് പറയുന്നതാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇത് രണ്ടും മാറിപ്പോയത്, രണ്ട് സെയിം സാധനം തന്നെയാണ്. അത് മീഡിയം ഡിവൈഡഡ് ബൈ ദാറ്റ് ഓഫ് എപ്സിലോൺ പെർമിറ്റിവിറ്റി, ദാറ്റ് ഓഫ് മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് എയർ ആണ്. സോ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ള കീമിൽ വന്നിട്ടുള്ള പ്രോബ്ലംസ്. ഇനി എന്തെങ്കിലും പുതിയതായിട്ട് കിട്ടുവാണെങ്കിൽ ഞാനത് ചെയ്യാം. പ്ലസ് ബോർഡ് എക്സാം ചെയ്യാം, അതേപോലെ തന്നെ നീറ്റിൽ വന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാം. കാരണം നീറ്റിൽ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കീമിൽ വരാറുള്ളത്. നീറ്റിലും ജെയിലും വളരെ ജെയ് മെയിനിലും അഡ്വാൻസിലൊന്നും വന്ന് വരാറില്ല. ജെയ് മെയിൻ്റെ ഏതെങ്കിലും ഒരു കുഞ്ഞ് പാർട്ടൊക്കെ എടുത്ത് വരാറുണ്ട്. അതേപോലെ തന്നെ നീറ്റിൽ വരുന്നതും വരാറുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.